ഹലോ ഹലോ ഇവിടെ എന്തെടുക്കുവാ? അല്ല എനിക്കിന്നൊരു പൂജ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വാഴക്ക് മൊത്തം അങ്ങ് വളവിടുവായിരുന്നു. എവിടാ പോന്നത്? അപ്പച്ചിയുടെ മോക്ക് ഗർഭം. എവിടെ? വയറ്റില്ല. വാക്കുള്ളേക്കുന്ന മുതത്താന്നോ? അയ്യോ അതല്ലെന്ന് വയറ്റില്ല. കുണ്ടന്നൂരിന് ഇപ്പുറത്തുള്ള ജംഗ്ഷൻ വയറ്റിയില്ല. അങ്ങനെ തെളിച്ചു പറ. അപ്പൊ കാണാ. അല്ല മെമ്പർ അവിടെ പോണു. പഞ്ചായത്ത് മേള നടക്കിയല്ലേ, ഞാൻ അങ്ങോട്ടൊന്ന് പോയാ. അല്ല ഈ മേളക്കകത്ത് മെമ്പർ പങ്കെടുക്കുന്നുണ്ട്? ഇല്ലെന്ന്, അവര് മൊത്തം ചാർജ് ഇരിക്കുക. എന്റെ പൊന്നും മെമ്പറെ, നിങ്ങൾ സത്യമായിട്ട് അതിനകത്ത് പങ്കെടുക്കണം. നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. താങ്കളുടെ ഉള്ളിൽ ഒരു കലാകാരം വളരുന്നുണ്ട്. ചുമ്മാതല്ല, ഇന്നലെ രാവിലെ 2 വട്ടം ഛർദ്ദിക്കുകയും ചെയ്ത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പച്ചമാങ്ങാണ്ടപ്പോ ചെറിയൊരു ഭ്രമം. ഗോവിന്ദ, ഒരു മസാല ദോശ വാങ്ങിച്ചാടാ. ഇവിടെ വന്നിരുന്നപ്പോ എന്തോ കുത്തിക്കൊണ്ട്. അയ്യോ, എന്തോ 2 കാല്. 2 കാലാ? എന്നാ പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്ന് ചാക്കിനകത്തൊക്കെ ഇട്ടിരിക്കുമായിരിക്കും. അയ്യോ ഇനിയിപ്പോ എന്തോന്ന് ചെയ്യും? പോലീസിനെ വിളിച്ചാലോ? അയ്യോ പോലീസിനെ വിളിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, മെമ്പർ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. മെമ്പർ എന്നാ ചാക്കി തൊട്ട് മെമ്പറുടെ പ്ലിങ്കോ മൊത്തം അവിടെ പതിഞ്ഞു കിടക്കുവാണ്. വിരലടയാളം മൊത്തം അവിടെ പതിഞ്ഞു കിടക്കുവാണ്. അതുകൊണ്ട് മെമ്പർ ഇവിടെ നില്ല. ഞാൻ പോയി അപ്പച്ചിയുടെ മോളുടെ വയറ് കണ്ടിട്ട് വരാം. ഹലോ മിസ്റ്റർ ഗോവിന്ദൻ, എന്റെ ഈ കയ്യിൽ 2 പ്ലിങ്കോ പറഞ്ഞോളൂ. നിന്റെ ചന്തിയുടെ പ്ലിങ്കോ മൊത്തം ഇവിടെ പതിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ അവിടെ ചുമ്മാ ഇരുന്നാലേ ഉള്ളൂ. അത് മതി, നീ ഒന്നാ പ്രതി. എന്റെ പൊന്നു ദൈവം, എന്റെ ഈ മൂല എവിടെ കൊണ്ട് വെച്ചാലും പ്രശ്നമാണല്ല. ഇനിയിപ്പോ എന്തോന്ന് ചെയ്യും? നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കരുത്. പോലീസ് വന്നു കഴിഞ്ഞാൽ മെമ്പറുടെ കൈയുടെ പ്ലിങ്കോ, എന്റെ ചന്തിയുടെ പ്ലിങ്കോ ആകെ മൊത്തം പ്രശ്നവും. ഈ കാല് നോക്കിട്ട് പറ, ചാക്കിനകത്ത് ആരാ കിടക്കുന്നത്? ശവം ആരാന്ന് പറ. ഞാനെങ്ങനെ കാല് നോക്കി പറയുന്നേ? മെമ്പർ ഈ പഞ്ചായത്തിൽ ജയിച്ചത് അങ്ങനെ നാട്ടുകാരുടെ കാല് പിടിച്ചിട്ടാണ്. അതുകൊണ്ട് മുഖത്തേക്കാൾ കൂടുതൽ കാല് കണ്ടു കഴിഞ്ഞാൽ മെമ്പർക്ക് തിരിച്ചറിയാൻ പറ്റും. കാല് നോക്കിട്ട് പറ. ഈ കാലിൽ ചെരുപ്പ് നല്ല പരിചയമുണ്ട്. ഈ തഴമ്പൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മളെ പ്ലാത്താറാവിന് വളർത്താൻ സുമയില്ലേ, അവളെ ഭർത്താവ് തെങ്ങേക്കറുന്ന രഘുവില്ലേ, രഘുവിന്റെ കാല് ഉറപ്പ്. എന്നാ പിന്നെ അതങ്ങ് വിളിച്ചു പറഞ്ഞേക്കാം. ഹലോ സുമേ. ഒന്നുമില്ല. നിസ്സാരമായിട്ട് നിന്റെ ഭർത്താവ് ഒന്നും മരിച്ചു. ഇവിടെ ജംഗ്ഷനിൽ ഈ വാഴത്തോട്ടത്തിനകത്ത് ചാക്കിനകത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പൊ വന്നാ കൊണ്ടുപോവാം. ഓക്കെ. സുമയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി? സുമയുടെ നമ്പർ ഇല്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ ഈ പഞ്ചായത്തിൽ. അതാര്? ഈ ചാക്കി കിടക്കുന്ന സുമയുടെ ഭർത്താവ്. നല്ലൊരു മനുഷ്യനായിരുന്നല്ലേ. എങ്ങനെ ജീവിച്ച ആളാ? എല്ലാ മനുഷ്യന്മാരും ജീവിക്കുന്ന പോലെ തന്നെ. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കും, വായി കൂടെ വിടും. ഒരു ദിവസം വലിച്ചിട്ട് കിട്ടിയില്ല, ദേ കിടക്കുന്നു. സുമേ, പിടിവിട്. ഒന്നുമില്ല സുമേ, ഒന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമല്ലേ. സഹിക്ക് സുമേ, സഹിക്ക് സുമേ. ഇത് സഹിക്കല്ല, അവൻ കൊണ്ടുവരുന്നത് സുഖിക്കുക. എന്റെ ഗോവിന്ദണ്ണ, എവിടെ എന്റെ മുത്ത്? നിങ്ങൾക്കറിയാവോ, എന്നും രാത്രി അണ്ണൻ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് എന്തോരം കഥ പറഞ്ഞു തരുമെന്നറിയാവോ? ഇനി എനിക്ക് ആരെണ്ണ കഥ പറഞ്ഞു തരുന്നത്? ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനൊരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി രാജാവിനോട് പറഞ്ഞു, ഹലോ ലോഹിതദാസ്, എനിക്ക് ഉണ്ണിയെ കാണണം. ഹലോ മിസ്റ്റർ സുമ, ഒരു ശ്രദ്ധിച്ചു നോക്കൂ, ചെറിയൊരു ഉണ്ണിയാ. മിസ്റ്റർ ഉണ്ണിമൂന്തൻ, തന്റെ മുതുകത്തെ കുരു കാണിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ പറയുന്ന രഘു ഇല്ലേ, അവന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഉണ്ണി. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ